പഹൽഗാം ഭീകരാക്രമണത്തിന് കാരണക്കാരായ ഭീകരവാദികൾക്ക് കൂടുതൽ പ്രാദേശിക സഹായം ലഭിച്ചെന്ന് NIA. ആക്രമണത്തിന് ശേഷം ഭീകരർ ഒളിത്താവളങ്ങൾ ഒരുക്കി നൽകിയത് ത്രാൽ ഗ്രാമത്തിലുള്ള ചിലരെന്നും ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തി. അതേസമയം ഭീകരവാദികൾ ഉദ്ധംപൂർ, ബാരാമുള്ള, ശ്രീനഗർ റെയിൽപാതയും ലക്ഷ്യമിട്ടിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. വിവരങ്ങളുമായി ശ്രീനഗറിൽ നിന്ന് നന്ദഗോപനൊപ്പം ചേരുന്നു. നന്ദഗോപൻ, ഈ പ്രാദേശിക സഹായം എന്നത് പതിവായി കേട്ടിരുന്ന ഒന്നാണ്, അതിപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. എങ്കിലും NIA അത് കൃത്യമായി കണ്ടെത്തുന്നു. അതായത് അന്വേഷണം, തെരച്ചിൽ ഒക്കെയും ശരിയായ ദിശയിലെന്ന് മനസ്സിലാക്കേണ്ടി വരുന്നു, അല്ലേ? കൃഷ്ണ, തീർച്ചയായിട്ടും. അതായത് NIAയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ പ്രത്യേക ദൗത്യസംഘം ഈ ഭീകരർക്കായുള്ള തിരച്ചിൽ നടത്തുകയാണ്. അതേസമയം ഇന്നലെ NIA ഏതാണ്ട് 16 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ 16 പേർ ഈ പ്രാദേശിക സഹായം ഈ ഭീകരർക്ക് നൽകി എന്നുള്ളതാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ ആക്രമണത്തിന് ശേഷവും അതിനു മുമ്പും അവർക്ക് സഹായം ലഭിച്ചിരുന്നു. ഈ മേഖലയിലേക്ക് ആയുധവുമായി എത്താൻ അവർക്ക് നേരിട്ട് സാധിച്ചിരുന്നില്ല. പകരം പ്രാദേശികപരമായ ആൾക്കാരാണ് ആയുധം അവിടേക്ക് എത്തിക്കുവാൻ വേണ്ടി സഹായിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും ഈ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അങ്ങനെ ഈ ആക്രമണത്തിന് ശേഷവും ആയുധം ഒളിപ്പിക്കുവാൻ വേണ്ടിയും ഇവർ സഹായിച്ചു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇവർ ഈ ആക്രമണത്തിന് ശേഷം അനന്തനാഗ് മേഖലയിൽ നിന്നും രക്ഷപ്പെട്ട് കുൽഗാം മേഖലയിലെത്തി, അവിടെ നിന്നും ത്രാൽ മേഖലയിലെത്തി എന്നുള്ളതാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. ത്രാലിലാണ് ഇവർക്ക് കൃത്യമായ പ്രാദേശിക സഹായം ലഭിച്ചത്. ത്രാൽ മേഖലയിൽ ഉള്ളവർ ഇവർക്ക് വെള്ളവും ഭക്ഷണവും നൽകി. മാത്രമല്ല, അഭയം നൽകി. നിരവധി ദിവസം ഇവർക്ക് അഭയം നൽകി എന്നുള്ളതാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 16 പേരെ ഇപ്പോൾ കസ്റ്റഡിയിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരുന്നത്. ഇവർക്ക് അതായത് ഏതാണ്ട് 3 ദിവസം രാത്രിയോളം ഇവർക്ക് വിവിധ 4 പേരായിരുന്നു ഈ അക്രമി സംഘത്തിലുണ്ടായിരുന്നത് എന്നുള്ളതാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ 4 പേർക്കും വിവിധ വീടുകളിലായി, ഗ്രാമങ്ങളിലെ വിവിധ വീടുകളിലായി അഭയം നൽകി എന്നുള്ളതാണ് പ്രധാനമായും NIA കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ ആ വീട്ടിലുള്ള 16 പേരെ, ഇങ്ങനെ 4 വീടുകളിലായിട്ടുള്ള 16 പേരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. മാത്രമല്ല, ഇവരെ ബ്രെയിൻ മാപ്പിംഗ് അടക്കമുള്ള സംവിധാനത്തിന് വിധേയമാക്കുമെന്നുള്ളതാണ് NIA വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ പേർ സഹായം നൽകിയിട്ടുണ്ടാകുമെന്നുള്ളതും NIA അനുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ വിശദമായി ഈ മേഖലയിൽ അന്വേഷിക്കുകയാണ്. നമുക്കറിയാം, ത്രാൽ മേഖലയിൽ ഒരു കാലഘട്ടത്തിൽ വലിയ രീതിയിൽ ഭീകരന്മാരുടെ ഒരു കേന്ദ്രമായിരുന്ന ഒരു സ്ഥലമാണ് ഈ ത്രാൽ എന്നുള്ളത്. മാത്രമല്ല, അവിടെ പോലീസിന് നേരെ കല്ലെറിയുകയും അതേപോലെ തന്നെ സൈന്യത്തെയൊക്കെ ആക്രമിക്കുന്ന ഒരു സ്ഥിരം പ്രവണതയുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ത്രാൽ എന്നുള്ളത്. അവിടെയാണ് ഈ പ്രാദേശികപരമായ സഹായം ഇവർക്ക് ലഭിച്ചു എന്നുള്ളത് പ്രധാനമായും NIA കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം ഈ NIA സംഘം അന്വേഷണം പുരോഗമിക്കുന്നതിനൊപ്പം ഈ ബൈസരൻ വാലിയിൽ വീണ്ടും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങൾ NIAയുടെ തുടരുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഒരിക്കൽ കൂടി ഇതൊരു പുനരാവിഷ്കരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് NIA വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഇന്ന് ഉണ്ടാകുമെന്നുള്ളതും NIA വ്യക്തമാക്കുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഭീകരവാദത്തിൽ ഈ അന്ന് 26 പേരുടെ മരണത്തിനിടയാക്കിയ കൂട്ടക്കുരുതിക്ക് കാരണക്കാരായ 4 ഭീകരന്മാരെയും കണ്ടെത്തുവാൻ വേണ്ടിയുള്ള സെർച്ചിങ് നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. അവർ എവിടെയും വിട്ടുപോയിട്ടുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കൊളംബോയിലൊക്കെ തന്നെ ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ വിമാനത്താവളത്തിൽ ഇവരുണ്ടാകുമെന്നുള്ള ഒരു അനുമാനത്തിൽ സെർച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവരെ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതേസമയം അവർ ഈ കശ്മീർ വിട്ട്, പ്രത്യേകിച്ച് തെക്കൻ കശ്മീർ വിട്ടു പോകാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ അന്വേഷണ സംഘം, പ്രത്യേക ദൗത്യസംഘം വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സംഭവത്തിന് ശേഷം വളരെ കാര്യമായിട്ടുള്ള പരിശോധന എല്ലാ മേഖലകളിലും നടക്കുന്നുണ്ട്. റെയിൽ, റോഡ്, അതേപോലെ തന്നെ വ്യോമ ഗതാഗത മേഖലയിൽ കൃത്യമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അവർ ഇവിടെ വിട്ടുപോകാൻ സാധ്യതയില്ല. ഇപ്പോഴും കാടുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രാമങ്ങളിലെ വീടുകളിലോ ഒളിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഈ പ്രത്യേക ദൗത്യസംഘം വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരു കോണിൽ കൂടി NIA അന്വേഷണം പുരോഗമിക്കുമ്പോൾ മറ്റൊരു വശത്തോടു കൂടി ഈ ഭീകരന്മാരെ പിടികൂടുവാൻ വേണ്ടിയുള്ള മുഴുവൻ നടപടികളും പ്രധാനമായും ഈ പ്രത്യേക അന്വേഷണ സംഘം നടത്തി വരികയാണ്. അതേസമയം ഈ ഭീകരർ ഇതിനു മുമ്പായി തന്നെ, അതായത് ഈ പെഹൽഗാമിലെ ബൈസരൻ വാലിയിൽ ആക്രമണം നടത്തുന്നതിന് മുമ്പായി തന്നെ ഉദ്ധംപൂർ, അതേപോലെ തന്നെ ഈ കശ്മീർ താഴ്വരയിലേക്കുള്ള റെയിൽ പാതയും ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ലഭിച്ച വിവരം. നന്ദഗോപൻ, കൃത്യമായൊരു പദ്ധതിയുമായാണ് ഭീകരർ വന്നത്. അത് വെറുതെ പേടിപ്പിച്ചു പോകലല്ല. സാധാരണക്കാരായ വിനോദസഞ്ചാരികളെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി വെടിവെച്ച് കൊല്ലുന്നു. അതിനപ്പുറം ചില പദ്ധതികളുണ്ടായിരുന്നു. അതായത് സൈന്യത്തിൻ്റെ കൃത്യമായ ഇടപെടലാകാം ഒരുപക്ഷെ ഭീകരർക്ക് പെഹൽഗാമിൽ അവസാനിപ്പിച്ചു മടങ്ങേണ്ടി വന്നത്.
തീർച്ചയായിട്ടും അങ്ങനെയാണ്. അതായത് ഈ ബൈസരൻ വാലിയിൽ മാത്രമായിരുന്നില്ല അക്രമത്തിന് പദ്ധതിയിട്ടിരുന്നത് എന്നുള്ളതാണ്. മറ്റ് ഏതാനും ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കൂടി ഇവർ ലക്ഷ്യം വെച്ചിരുന്നു. ഇതിന് സമാനമായി തന്നെ മറ്റിടങ്ങളിലും അക്രമം നടത്താൻ വേണ്ടിയുള്ള തീരുമാനമായിരുന്നു ഭീകരർക്കുണ്ടായിരുന്നത്. എന്നാൽ അവരുടെ ഒരു നിരീക്ഷണത്തിൽ വന്ന ഒരു പോരായ്മ, ഈ പെഹൽഗാമിൽ മാത്രമാണ് അല്പം സെക്യൂരിറ്റിയിൽ അല്പം കുറവുള്ളത്. മറ്റിടങ്ങളിലൊക്കെല്ലാം ടൈറ്റ് സെക്യൂരിറ്റി ആയിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും അവർ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ആക്രമണം ഉപേക്ഷിക്കാൻ കാരണമായത് എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ ഈ ഉദ്ധംപൂർ ശ്രീനഗർ റെയിൽപാത അത് തകർക്കുവാൻ വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും ഈ ഭീകരർ നടത്തിയിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഈ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അടക്കം കണ്ടെത്തിയിരിക്കുന്നത്. പലരെയും ചോദ്യം ചെയ്തതിൽ നിന്നും അതാണ് NIAക്ക് വ്യക്തമായിരിക്കുന്നത്. അതായത് ഒരു തരത്തിലും പാകിസ്ഥാൻ ഈ കാശ്മീർ താഴ്വരയിലേക്ക് അല്ലെങ്കിൽ കാശ്മീർ താഴ്വരയിൽ നിന്നും ഭാരതം മുഴുവൻ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു റെയിൽ മാർഗം അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അത് ഏത് വിധേനയും തകർക്കണമെന്നുള്ളതായിരുന്നു ഈ ഭീകരരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ ഉദ്ധംപൂർ ശ്രീനഗർ റെയിൽപാത അവർ ലക്ഷ്യമിട്ടിരുന്നത്. അത് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുവാൻ വലിയ ദിവസങ്ങൾ ഇല്ലായിരുന്നു. അതിനു മുമ്പേ തന്നെ ഇത് തകർക്കണമെന്നുള്ളതായിരുന്നു ഈ ഭീകരരുടെ പദ്ധതി. എന്നാൽ ആ പദ്ധതി അവിടുത്തെ സെക്യൂരിറ്റി ഇത്തരം ഇൻ്റലിജൻസ് ഔട്ട്പുട്ട് ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലകളിൽ റെയിൽപാതയിൽ ഉടനീളം സെക്യൂരിറ്റി ശക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ അവർക്കത് ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ളതാണ് പ്രധാനമായും NIA കണ്ടെത്തിയിരിക്കുന്നത്. ഈ NIA കൂടുതൽ പേരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമായത്. മാത്രമല്ല ഈ കൂടുതൽ സാധാരണക്കാരെ ഇവർ ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ളതാണ്. അതായത് ശ്രീനഗർ നഗരത്തിൽ തന്നെ ഏതെങ്കിലും ബസ് ആക്രമിക്കുക, അങ്ങനെ സാധാരണക്കാരെ നഗരത്തിലിറങ്ങി കൂടി ആക്രമിക്കുവാൻ വേണ്ടി ഈ ഭീകരർ പദ്ധതിയിട്ടിരുന്നു എന്നുള്ളതാണ് ഈ പലരെയും ചോദ്യം ചെയ്തപ്പോൾ വ്യക്തമായിരുന്നത്. ഏതായാലും ഇപ്പോൾ 16 പേരെ ഇതുമായി ബന്ധപ്പെട്ട് പ്രാദേശികപരമായി സഹായം ചെയ്ത ഭീകരർക്ക് പ്രാദേശിക സഹായം നൽകിയ 16 പേരെ ഇതിനോടകം തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുമ്പോഴേക്കും ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നുള്ളതാണ് NIA സൂചിപ്പിക്കുന്നത്. കൃഷ്ണരാജ്, ഭീകരർ ആസൂത്രിതമായി തന്നെ വന്നതാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് NIA കണ്ടെത്തലുകൾ. പ്രാദേശിക സഹായം നൽകിയ, അഭയം നൽകിയ, ആഹാരവും വെള്ളവും ഒക്കെ കൊടുത്ത 16 പേർ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് നടുവിലാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. സാധാരണക്കാരെ എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇപ്പോൾ അന്വേഷണ സംഘം, സുരക്ഷാ സേന, കേന്ദ്ര സർക്കാർ ഒക്കെ തേടിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപാൽ.